സപ്പോസ് നമ്മുടെ ബ്രെയിനിൽ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. സ്വിച്ച് ബോർഡ് അറിയല്ലേ? ദ സിഗ്നൽ ഹാസ് ടു ഗോ ഫ്രം മോട്ടോർ കോർട്ടെക്സ് ടു ദ മൗത്ത്. പക്ഷേ പലപ്പോഴും ഈ ബ്രെയിനിലെ സിഗ്നൽ നമ്മുടെ സ്പീച്ചിൻ്റെ മസിൽസിൽ വരുമ്പോൾ അത് ഡിസ്റപ്റ്റഡ് ആയിപ്പോവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മോട്ടോർ പ്ലാനിങ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് അപ്രാക്സീവ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് ഒന്നും അല്ല, ഒരു സ്പീച്ച് ലേബിളാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് ദേ ഹാവ് ഡിഫിക്കൽട്ടി വിത്ത് പ്ലാനിങ് ആൻഡ് പ്രോഗ്രാമിങ് മൂവ്മെൻറ്റ് ഫോർ സ്പീച്ച്. അപ്പം നമ്മളുടെ ബ്രെയിൻ ആണല്ലോ സംസാരിക്കുന്നതിന് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ഉള്ള ആർട്ടിക്കുലേറ്റേഴ്സ് ഉണ്ട്, നമുക്ക് പാസീവും ആക്റ്റീവും ആയിട്ടുള്ള ആർട്ടിക്കുലേറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ ജോ, ലിപ്പ്, ടങ്, പിന്നെ ഒരുപാട് ആർട്ടിക്കുലേറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇത് വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ് പാറ്റേൺസ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. പക്ഷേ ഈ ചൈൽഡ്ഹുഡ് അപ്രാക്സീവ് സ്പീച്ചിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ലാംഗ്വേജ് ഓക്കെ ആയിരിക്കും, റിസെപ്റ്റീവ് ലാംഗ്വേജ് ഫൈൻ ആയിരിക്കും, പക്ഷേ അവർക്കത് വേർബലി എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ചൈൽഡ്ഹുഡ് അപ്രാക്സീവ് സ്പീച്ച് ഒരു മോട്ടോർ പ്ലാനിങ് ഡിഫിക്കൽട്ടിയാണ്. സോ നമ്മളൊരു ഡൈനാമിക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡൈനാമിക് മോട്ടോർ സ്പീച്ച് അസസ്മെൻറ്റിലൂടെയാണ് ഈ ചൈൽഡ്ഹുഡ് അപ്രാക്സിയ ഡയഗ്നോസ് ചെയ്യുന്നത്. സോ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റാണ് CASൻ്റെ പ്രൈമറി ഡയഗ്നോസിസ് നടത്തുന്നത്.